രാജരാജനവതരിച്ചു. ജനനം അതുപാ
ni sa ga ga sa ni sa ga ga sa ni sa ga ga sa ni sa ga ma ga ma pa pa ni sa ni sa ga ga ma ga ma pa pa ni sa. പാടുന്നു ക്രിസ്മസ് രാവിലെ ഈണങ്ങൾ മീട്ടുന്നു പിന്നിൻ ഗായകർ അകതാരിൽ അതിമോദ തരംഗങ്ങൾ ഉണർത്തുന്ന രാഗങ്ങൾ പാടുന്നു ക്രിസ്മസ് രാവിലെ തനനം 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 സാനി സാനി സനി പാനി പാ നീ പാനി പാമ 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 പമ ഗസ സാനി സാനി സനി പാനി പാ നീ പാനി പാമ 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 പമ ഗസ.
ni sa ni sa ni pa ni pa ni pa ni pa ma pa ma pa ma pa ma ga sa.
പൈതല ദിവ്യതാരം മണ്ണിൽ പിറന്നു. രാജാതിരാജന്റെ വരവിനാൽ മഞ്ഞു പെയ്യുമേ ശാന്തരാത്രിതൻ ദിവ്യ സംഗീതമായി ദേവദൂതരും. ഒരു താരകം ദൂരെ വാനിലാൽ രാജാതിരാജന്റെ വരവിനാൽ മഞ്ഞു പെയ്യുമേ ശാന്തരാത്രിതൻ ദിവ്യ സംഗീതമായി ദേവദൂതരും. ലോകരക്ഷകനായി ദൈവം പിറന്നു, സ്നേഹതാരമായി പുലരി വിരിഞ്ഞു. ലോകരക്ഷകനായി ദൈവം പിറന്നു, സ്നേഹതാരമായി പുലരി വിരിഞ്ഞു. മാലാഖവൃന്ദം ആമോദരായി രാജകുമാരനെ വണങ്ങി. മാലാഖവൃന്ദം ആമോദരായി രാജകുമാരനെ വണങ്ങി. ദിവ്യതാരം മണ്ണിൽ പിറന്നു. കാഴ്ചയേകിടാൻ ആട്ടിടയർ വന്നു കൂട്ടമായി. വനവൃന്ദവും ദൂതസംഘമായി ദേവാദിദേവനു സ്തുതികളായി. കുഞ്ഞു പൈതലിൻ കാഴ്ചയേകിടാൻ ആട്ടിടയർ വന്നു കൂട്ടമായി. വനവൃന്ദവും ദൂതസംഘമായി ദേവാദിദേവനു സ്തുതികളായി. മാനവർക്കായവൻ പിറന്നു, പാപവിമോചകനായി. മണ്ണിൽ മാനവർക്കായവൻ പിറന്നു, പാപവിമോചകനായി. ഗോശാല തന്നിൽ പൊന്നൊളിയായി ദേവകുമാരന്റെ ജനനം. ഗോശാല തന്നിൽ പൊന്നൊളിയായി ദേവകുമാരന്റെ ജനനം. ദിവ്യതാരം മണ്ണിൽ പിറന്നു, രാജരാജൻ അവതരിച്ചു. ബേത്ലഹേംപുരിയിൽ കാലിവൻ കൂട്ടിലായി മണ്ണും വെണ്ണും നിറഞ്ഞൊരു പൊൻപൈതല. ദിവ്യതാരം മണ്ണിൽ പിറന്നു.
പോകാം 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 ഗോശാല തേടി ആടിപ്പാടി താളത്തിൽ പാടി കൂടാം കൂടാം ഉണ്ണീകഞ്ചാരേ കുമ്പിട്ടിടാം രാജാവിൻ പാതേ പുരി വീതി നിർദ്ദയായി മോദ സംഗീതം രാജരാജനീശ ജനനം അതു പാടും ഇടയഗണം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിലൂടെ ഞാൻ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സ്വർഗം ഭൂമിയെ തമ്മിൽ ചുംബിക്കുന്ന പിതാവിൻ്റെ ഒരു കഥ പറയുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചും ചില പൊരുത്തപ്പെടലുകളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തു ഇന്നു മുതൽ നമുക്ക് സ്വന്തമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കന്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ജീവിതത്തിൽ നാം എങ്ങനെ
ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസിൻ്റെ കാലഘട്ടം. അതുകൊണ്ടാണ് നാം കാണുന്നത് സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകൻ്റെ തിരുനാളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുന്നത്. യേശു എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഒരു ജനതയെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നൽകിയത്. തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് നൽകിയത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊരു ബോധ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നത്തെ ജീവിതത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതവും ജീവിതശൈലിയും നമ്മളിൽ നിന്ന് മാറിപ്പോവുകയാണ്. മറ്റാരെയും സഹായിക്കാതെ, മറ്റാർക്കും കരുതൽ നൽകാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒതുങ്ങിപ്പോകുമ്പോൾ ഒരു ചെറിയ കഥ മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. ഒരിക്കൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി തൻ്റെ കൂട്ടുകാരന് ശാരീരികമായി അല്പം ബുദ്ധിമുട്ട് വന്നപ്പോൾ അവന് ഉച്ച ഭക്ഷണം വാരിക്കൊടുക്കുന്ന ഒരു രംഗം സമൂഹ മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. മറ്റുള്ളവരെ സഹായിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ അത് ഏതു പ്രായത്തിലായാലും നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മളിലൂടെ ആയിത്തീരുന്നത് ബോധ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ദൈവമായവൻ നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശയും നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. ക്രിസ്തുവാണ് നമ്മുടെ കേന്ദ്രബിന്ദു. ക്രിസ്തുവിനെ ഹൃദയത്തിൽ ജനിപ്പിക്കുന്നവനാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി. അതിനുവേണ്ടി ക്രൂശിൽ നാം മരിച്ച ക്രിസ്തുവിനെ നാം എപ്പോഴും ഹൃദയത്തിൽ ഓർമ്മിക്കണം. അതാണ് ഓരോ ജനന പെരുന്നാളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതം, കഴിവ്, മറ്റുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും മാറ്റിവെച്ച് ക്രിസ്തുവിനോടൊപ്പം ആയിത്തീരുമ്പോൾ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടതായി വരും. അപ്പോൾ മറ്റുള്ളവരെ കരുതേണ്ടതായി വരും. അതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ പൂർണ്ണമായ സന്ദേശമെന്ന് ഞാനും നിങ്ങളും ഒരിക്കലും മറന്നു പോകരുത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഇന്നൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. രക്ഷകൻ ജനിച്ചത് ദാവീദിൻ്റെ പട്ടണത്തിലാണെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ രക്ഷകൻ ജനിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് നാശം സംഭവിക്കുകയാണ്. നമ്മുടെ രക്ഷകൻ നമ്മുടെ ഹൃദയത്തിൽ ജനിച്ച് അത് മറ്റുള്ളവരിലേക്ക് ആ രക്ഷയെ പകരുവാൻ നമുക്ക് ഇടയാകണം. മറ്റുള്ളവർക്ക് വഴികാട്ടിയാകേണ്ട നക്ഷത്രമാകണം നാം ഓരോരുത്തരും. അഹങ്കാരം നമ്മളെ കൃത്രിമമാക്കുമ്പോൾ എളിമ നമ്മളെ യഥാർത്ഥത്തിലേക്ക് നയിക്കുകയാണ്. മാലാഖമാരോട് പാടിയ പാട്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്നാണ്. നമ്മളിൽ ദൈവപ്രസാദമുണ്ട് എങ്കിൽ സമാധാനമുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ ജന്മത്തിൽ നമുക്ക് നൽകുന്ന ഏക സന്ദേശം. സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ഈ ഭൂമിയിൽ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.